നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിനെ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്പോർട്സ് ആയുർവേദ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൈഡി തൊടുപുഴ, സ്റ്റിച്ചിംഗ് ഡ്രീംസ് എന്നീ പേരുകളിൽ തൊടുപുഴ YWCA ആരംഭിച്ച പ്രോജക്ടുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനും നടന്നു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC കുമളി മാനന്തവാടി ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചു. പീരുമേട് MLA വാടൂർ സോമൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയിൽ നാശനഷ്ടം സംഭവിച്ചു. വാർത്തകൾ വിശദമായി. സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിനെ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്പോർട്സ് ആയുർവേദ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നിൽ നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിനെ മികവിന്റെ കേന്ദ്രമാക്കാൻ സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി ആരോഗ്യവകുപ്പുമായി കൂടിയാലോചന നടത്തുമെന്നും സ്ഥാപനത്തെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം. സംസ്ഥാനത്തെ ആയുർവേദ രംഗം മാറുകയാണ്. കായിക താരങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും വലിയ സംഭാവന നൽകുന്ന സുപ്രധാന മേഖലയായി ആയുർവേദം മാറിയെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദ ചികിത്സാ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വദേശിയും വിദേശികളുമായിട്ടുള്ള ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നത് ഒരു ടൂറിസം പർപ്പസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഒരു ഹെൽത്ത് ടൂറിസത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുർവേദ രംഗത്തുണ്ടാകുന്ന മാറ്റം. ആ നിലയിൽ വരുന്നവർക്ക് നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ ആയുർവേദ രംഗത്തെ വളർച്ചയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കാലാവസ്ഥയും അതോടൊപ്പം നമ്മുടെ ചികിത്സാ രീതിയും ഒരുപക്ഷെ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്, നല്ല സർവീസും ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് സ്പോർട്സ് മേഖലയിൽ കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാകുന്ന വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നിലനിർത്തുവാനും കഴിയത്തക്ക ഒരു ആരോഗ്യ രംഗത്തെ പ്രധാനപ്പെട്ട മേഖലയായി ആയുർവേദ രംഗം മാറും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലെല്ലാം വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു സന്ദർഭത്തിൽ കേരളം പോലെ സംസ്ഥാനം കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈ മേഖലയെല്ലാം വലിയ സംഭാവന ചെയ്യാൻ കൊടുത്തൊരു ജില്ല കൂടിയാണ് ഇടുക്കി. കായിക രംഗത്ത് സുപ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുവാൻ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കഴിഞ്ഞൊരു ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ആയുർവേദ സംരംഭം തുടങ്ങുന്നു എന്നുള്ളത്, അതിന് നേതൃത്വം വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതെല്ലാം ഏറെ മനോഹരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നിൽ നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PC ഷീലയ്ക്ക് മന്ത്രി ഉപഹാരം നൽകി. ഇടുക്കി ദേശീയ ആയുഷ് മിഷൻ DPMKS ശ്രീദർശൻ വിഷയാവതരണം നടത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ K ദീപക്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഇന്ദു സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, ന്യൂമാൻ കോളേജ് ബർസർ ഫാദർ ബെൻസൺ N ആന്റണി, മർമ്മ SARC ഇടുക്കി ജില്ലാ കൺവീനറും സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ R വിനീത്, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ S ശ്രീജ തുടങ്ങി വകുപ്പ് തല ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ YWCA തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതകളുടെ ഭാഗമായി പുതിയ 2 പ്രോജക്റ്റുകൾ ആരംഭിച്ചു. ടൈഡി തൊടുപുഴ, സ്റ്റിച്ചിംഗ് ഡ്രീംസ് എന്നീ പേരുകളിൽ ആരംഭിച്ച പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് ബോട്ടിൽ ശേഖരണ ബൂത്തുകൾ നൽകുന്ന പ്രോജക്റ്റാണ് ടൈഡി തൊടുപുഴ.
അർഹമായ വനിതകൾക്കായി സൗജന്യ സ്റ്റിച്ചിംഗ് ക്ലാസുകൾ നൽകുന്ന പ്രോജക്റ്റാണ് സ്റ്റിച്ചിംഗ് ഡ്രീംസ്. സാമൂഹിക സേവന രംഗത്ത് തങ്ങളുടേതായ കാൽപ്പാടുകൾ പതിപ്പിച്ച സംഘടനയാണ് തൊടുപുഴ YWCA. ഇതിന്റെ ഭാഗമായി പുതിയ 2 പ്രോജക്റ്റുകൾ കൂടി തൊടുപുഴ YWCA ആരംഭിച്ചു. ടൈഡി തൊടുപുഴ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് ബോട്ടിൽ ശേഖരണ ബൂത്തുകൾ നൽകുന്ന പ്രോജക്റ്റും സ്റ്റിച്ചിംഗ് ഡ്രീംസ് എന്ന പേരിൽ അർഹമായ വനിതകൾക്ക് സൗജന്യ സ്റ്റിച്ചിംഗ് ക്ലാസുകൾ നൽകുന്ന പ്രോജക്റ്റുമാണ് ആരംഭിച്ചത്. പ്രോജക്റ്റുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വനിതകളുടെ സ്വയം ശാക്തീകരണവുമോടൊപ്പം തന്നെ പൊതുവായ ഇടപെടലുകൾക്കും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി നിരവധിയായ ഇടപെടലുകൾ നടത്തുന്നു. അപ്പോൾ ഇവിടെ തന്നെ YWCAയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നിരവധിയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഇതിനോടൊപ്പം പ്രവർത്തിക്കുകയും വളരെ അനുഭവപരിചയമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ആ അനുഭവപരിചയങ്ങളെല്ലാം വെച്ചുകൊണ്ട് കാതലായ ഇടപെടലുകൾ നടത്താൻ YWCA ഒരുക്കിത്തരുന്ന വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൂടുതൽ ഗുണപ്രദമായ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പദ്ധതികളിലേക്ക് ഇവിടെ കടക്കുന്നു എന്നുള്ളതാണ്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. YWCA നേതൃത്വം നൽകുന്ന ഈ പ്രോജക്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സ്, പുളിമൂട്ടിൽ ലൈറ്റ്സ് ആൻഡ് പമ്പ്സ്, പാപ്പുട്ടി ഹാൾ, KP വർക്കി ആൻഡ് സൺസ് ജ്വല്ലറി, ലൂണാർ, ഹോട്ടൽ ശ്രീവിനായക്, മാർജിൻ ഫ്രീ മാർക്കറ്റ്, ഇന്ത്യൻ ബേക്കറി, തെരേസ, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ, കോർണർ സ്റ്റോൺ, ഉദയ മെഡിക്കൽസ്, കാര്യമറ്റം ആർക്കേഡ് എന്നീ സ്ഥാപനങ്ങളെ മൊമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, തൊടുപുഴ YWCA പ്രസിഡന്റ് സ്മിത ഡെന്നീസ്, സെക്രട്ടറി സാന്ദ്ര സണ്ണി, ബോർഡ് മെമ്പർ ജെസ്സി സേവ്യർ, YWCA എറണാകുളം ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷീബ വർഗീസ്, പ്രോജക്ട് കോർഡിനേറ്റർ മേരി ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക വൻമരം ലയത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് അപകടം. 2 ലയങ്ങൾ തകർന്നു. 2 കുടുംബങ്ങളിലുമായി ഉണ്ടായിരുന്ന 7 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മഴക്കെടുതികളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന് സ്ഥലം സന്ദർശിച്ച ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക വൻമരം ലയത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് അപകടം. 2 ലയങ്ങൾ തകർന്നു. 2 കുടുംബങ്ങളിലായി ഉണ്ടായിരുന്ന 7 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെ വെളുപ്പിന് 3:30 ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ വാളാടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക കാലപ്പഴക്കം ചെന്ന വൻമരം ലയങ്ങൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് ലയങ്ങൾ തകർന്ന് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 2 ലയങ്ങളിൽ താമസക്കാരായ 7 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബാലമുരുകൻ, മുത്തുലക്ഷ്മി എന്നിവർ താമസിച്ചിരുന്ന ലയങ്ങളാണ് തകർന്നത്. അപകടത്തിൽ ലയത്തിന്റെ മുറ്റത്ത് കിടന്നിരുന്ന 2 ഓട്ടോറിക്ഷകളുടെ മുകളിലേക്കും മരശിഖരങ്ങൾ പതിച്ച് 2 ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും തകർന്നു. അപകടഭീതി പരത്തി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള പരാതി എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചെവിക്കൊണ്ടില്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്ഥലം സന്ദർശിച്ചു. പ്രകൃതി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകുവാൻ സർക്കാർ തയ്യാറാവണമെന്നും MP ആവശ്യപ്പെട്ടു. വാളാടി എസ്റ്റേറ്റിൽ ഇന്നലെ രാത്രി 3:40 പുലർച്ചെ ഉണ്ടായിട്ടുള്ള മരം വീണുള്ള അത്യാഹിതത്തിൽ ഒരു ലയത്തിൻ്റെ നല്ലൊരു ശതമാനം ഇപ്പോൾ നശിക്കപ്പെട്ടിരിക്കുകയാണ്. 2 കുടുംബങ്ങളെ പൂർണ്ണമായി എന്ന് വെച്ചാൽ അവരുടെ 2 വീടുകളും ലയത്തിലെ 2 വീടുകളും ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വീടിന് ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ കാലപ്പഴക്കമുള്ള വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ സമയത്ത് മുറിക്കാതെ ഈ പ്രദേശത്ത് അപകട ഭീഷണിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് അധികൃതരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ കാണേണ്ട ഒരു വിഷയമായിരുന്നു. ഇവിടെ പഞ്ചായത്ത് മെമ്പർ ശ്രീ മാരിയപ്പൻ ഉൾപ്പെടെ അതുപോലെ മറ്റ് ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരെല്ലാം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഉദാസീനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതായിരുന്നു. 2 ഓട്ടോറിക്ഷകൾ പരിപൂർണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് വളരെ അടിയന്തര ആവശ്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഓട്ടോറിക്ഷ പകരം നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഗവൺമെൻറ് അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഈ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് പഴയ തരത്തിലേക്ക് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകണം. തലനാരിഴയ്ക്കാണ് 2 കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. എന്ന് വെച്ചാൽ ഈ മരം വീണ ആ മേൽക്കൂര പൂർണ്ണമായി തകർക്കപ്പെടുമ്പോൾ തൊട്ടടുത്ത മുറിയിലായിരുന്നു അവർ കിടന്നുറങ്ങിയത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ശക്തമായ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ് 2 ലയങ്ങൾ തകർന്ന സംഭവം ഉണ്ടായിട്ട് കൂടിയാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഈ അനാസ്ഥ തുടരുന്നതെന്നും ട്രേഡ് യൂണിയൻ നേതാക്കളും വാർഡ് മെമ്പറും പരാതി അറിയിച്ചു. ഒടിഞ്ഞു വീണ മരം ഇലക്ട്രിക് പോസ്റ്റിൽ പതിച്ച് പോസ്റ്റ് ഒരു ലയത്തിനുള്ളിലേക്കാണ് ഒടിഞ്ഞു വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ലയത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന കുടുംബം രക്ഷപ്പെട്ടത്. തകർന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കൊപ്പം തങ്ങളുടെ ഗൃഹോപകരണങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും പരിഹരിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനും നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. അറക്കുളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ കെ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ OPകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനും സംഘടിപ്പിച്ചു. തൊടുപുഴ ടൗൺ ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തില് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത് മറ്റ് മാർഗങ്ങളെല്ലാം പരിശോധിച്ച് അവിടെ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് സ്വീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറാണ്. എന്നാൽ ഇത് വളരെ ചെറുപ്പം മുതൽ കുട്ടികളെ ഹോമിയോ മരുന്ന് മാത്രം നൽകി വളർത്തുന്ന രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിൽ. ശരിക്കും ഈ 2 വിഭാഗങ്ങളെ നമ്മളെടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനൊരു അനുഭവസ്ഥനായതുകൊണ്ട് എനിക്ക് പറയാം, എന്റെ കുട്ടി വളരെ ചെറുപ്പമായിരുന്ന കാലം മുതൽ ഹോമിയോ മരുന്ന് കൊടുത്ത് ശീലിച്ചു. അങ്ങനെ ചെയ്യാനൊരു കാരണം എന്ന് പറയുന്നത് നമ്മളിലുള്ള ഒരു വിശ്വാസമുണ്ട്. ഹോമിയോ മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, കൃത്യമായി ഹോമിയോ മരുന്ന് കഴിച്ച് ആ സമയങ്ങളിൽ നമ്മൾ കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവായിരിക്കും. വളരെ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കും മുതൽ അവർക്ക് ഹോമിയോ മരുന്ന് കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർക്ക് എത്ര പ്രായമായാലും ആ മരുന്നിന്റെ ഫലം വളരെ ഗുണകരമായി ഭവിക്കും എന്നതും. അതുപോലെ തന്നെ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ അതിന് മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല എന്ന ഒരു വിശ്വാസവും അതും ഒരു പ്രധാന കാരണമായി കാണുന്നു. എന്തായാലും പൊതുസമൂഹത്തില് അത്തരത്തിലൊരു വിശ്വാസമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും പെട്ടെന്ന് നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മളിൽ പലർക്കുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മള് വളരെ പെട്ടെന്ന് നമ്മുടെ വേദനയോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ മാറുന്നതിന് വേണ്ടി നമ്മൾ അലോപ്പതിയെ സ്വീകരിക്കുക, അതാണ് നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യം. അലോപ്പതി മോശമാണെന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷേ അലോപ്പതിയിൽ നമ്മൾ കണ്ടുവരുന്നത് തുടർച്ചയായി ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തുടർന്ന് നമുക്ക് മറ്റു പല രോഗങ്ങളും ഷുഗർ പോലെയുള്ള മറ്റ് രോഗങ്ങളിലേക്കൊക്കെ അത് കടക്കാനൊക്കെ സാഹചര്യം ഉണ്ടാവും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. അറക്കുളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ കെ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി ആളുകളാണ് ക്യാമ്പിന് എത്തിച്ചേർന്നത്. വിവിധ സ്പെഷ്യൽ OPകളിലെ ഡോക്ടർമാരുടെ സേവനവും ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ബ്ലഡ് ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്തതിനുള്ള ക്രമീകരണങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. മുട്ടം ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജു PG, ക്യാമ്പ് കൺവീനർ ഡോക്ടർ ഭരത് പ്രവീൺ, പുഷ്പകണ്ഠം ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ജീന കുമാരി, കൗൺസിലർ PG രാജശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
KSRTC കുമളി ഡിപ്പോയുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമായിരുന്ന കുമളി മാനന്തവാടി ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചു. കുമളി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ പീരുമേട് MLA വാഴൂർ സോമൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. രാത്രി 7-ന് കുമളിയിൽ നിന്നും പുറപ്പെടുന്ന സൂപ്പർ ഡീലക്സ് എയർ ബസ് പിറ്റേന്ന് 5 മണിക്ക് മാനന്തവാടിയിൽ എത്തിച്ചേരും. KSRTC കുമളി ഡിപ്പോയുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമായിരുന്ന കുമളി മാനന്തവാടി ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് KSRTCക്ക് കൈമാറിയ കുമളി ഡിപ്പോ അധികൃതരുടെയും നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമായിരുന്നു ഹൈറേഞ്ചിനെ മറ്റൊരു ഹൈറേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന ദീർഘദൂര സർവീസ് എന്നത്. ഈ ദീർഘദൂര ബസ് യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചുകൊണ്ട് കുമളി മാനന്തവാടി സൂപ്പർ ഡീലക്സ് എയർ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. 45 പേർക്ക് സീറ്റിംഗ് യാത്ര ഉറപ്പു നൽകുന്ന വയനാട് ബസ് യാത്രയ്ക്ക് 601 രൂപയാണ് യാത്രാ നിരക്ക്. രാത്രി 7 മണിക്ക് കുമളിയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് പിറ്റേന്ന് രാവിലെ 5 മണിക്ക് മാനന്തവാടിയിൽ എത്തിച്ചേരും. KSRTC കുമളി ഡിപ്പോയിൽ വെച്ച് നടന്ന കുമളി മാനന്തവാടി ബസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു. കുമളി ഡിപ്പോ ATO സുരേഷ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഇതിലേക്ക് വണ്ടികൾ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇതേപോലുള്ള ചില സർവീസുകളൊക്കെ നമ്മുടെ ഹൈറേഞ്ചിന് കുമളിക്ക് എത്തിയിരുന്നതെങ്കിൽ മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും ശരി, നമ്മുടെ ആഗ്രഹം പോയി ഇവിടെ നിന്നും മാനന്തവാടിയിലേക്കുള്ള സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷം. ഇതിന് പിന്നിൽ നിരവധി പേരുടെ പ്രയത്നമുണ്ട്. നമ്മുടെ ATO സുരേഷ് എനിക്ക് തോന്നുന്നു 31-ാം തീയതി റിട്ടയർ ചെയ്യുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനു മുമ്പ് 1-2 സർവീസുകൾ കൂടി ഏർപ്പെടുത്തി യാത്ര പിരിയണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിലൊന്നാണ് ഒട്ടകത്തല റോഡ് ബസ് സർവീസ്. അതേപോലെ നമ്മുടെ തോട്ടം മേഖലയ്ക്ക് സഹായകരമായ ആർത്തിയുടെയാണ് ഹെലിബറിയ സർവീസ് ആരംഭിച്ചത്. ഇതൊക്കെ ലാഭകരമായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയണം. കാരണം നമ്മൾ സർവീസ് ആരംഭിച്ചാൽ മാത്രം പോരാ, KSRTCയെ നഷ്ടത്തിലാക്കാൻ പാടില്ല. അക്കാര്യത്തിൽ നമ്മൾ ജീവനക്കാരും നമ്മളേവരും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം ഒറ്റക്കെട്ടായി നിന്നെങ്കിലേ KSRTCയെ ലാഭത്തിലെത്തിക്കാൻ പറ്റും. കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ്, കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാഗം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രതീഷ് കഞ്ഞിക്കുഴി, ജില്ലാ സെക്രട്ടറിമാരായ PA ഫൈസൽ, സതീഷ് കുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് മിറാഷ് P അഹമ്മദ്, CPI കുമളി ലോക്കൽ സെക്രട്ടറി സജി വെമ്പള്ളി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. KSRTA CITU കുമളി യൂണിറ്റ് പ്രസിഡന്റ് PN അജയൻ നന്ദി അറിയിച്ചു. തുടർന്ന് കുമളി മാനന്തവാടി ദീർഘദൂര സർവീസ് MLA വാഴൂർ സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശേഷം കുമളി ഡിപ്പോയിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെ ആദ്യ യാത്രയും നടത്തി. BBC ന്യൂസ് കുമളി. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ, നന്മ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. റിലീഫ് സെൽ ചെയർമാൻ TK നവാസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ, നന്മ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വൈജ്ഞാനിക സാങ്കേതിക മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതിച്ചുചാട്ടം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും SSLC+2 പരീക്ഷകളിലെ മികച്ച വിജയം ഇതിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക രംഗത്ത് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോൾ രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിവാദത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്റ്റാൻഡുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരു ഐകകണ്ഠ്യേന എടുത്തിട്ടുള്ള ഒരു തീരുമാനവും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ ഇന്നൊരു വിവാദ വിഷയം തന്നെയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്ന് ലോകമൊരു മത്സരാധിഷ്ഠിതമായ സമൂഹമായി മാറിയതിനു ശേഷം നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ഒഴിച്ചുകൂട്ടാനാവാത്തതാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്താ കാര്യം? ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ സയൻസിൽ ഇപ്പോൾ ഈ ഇവിടെ മുതിർന്ന തലമുറ ഷുക്കൂർ സാർ അധ്യാപകനാണ്.
മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ ഏതെങ്കിലും വസ്തു കണ്ടിട്ടാണോ ഈ പറയുന്നത് പോലെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്? ഇന്നിപ്പോൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാത്ത അധ്യാപകൻ്റെ പോലും സഹായം വേണ്ട. അധ്യാപകൻ്റെ സഹായമില്ലാതെ നമുക്ക് പലതും ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അറിവ് എന്ന് പറയുന്നത് അതിങ്ങനെ വിശാലമായി എന്ന് വെച്ചാൽ ഒരു ആകാശം മാത്രമാണ് അതിൻ്റെ അതിർത്തി. റിലീഫ് സെൽ ചെയർമാൻ ടി കെ നവാസ് അധ്യക്ഷത വഹിച്ചു. IIT ബാംഗ്ലൂരിൽ നിന്നും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ അമീന അജ്മൽ, BSc കെമിസ്ട്രി 1ാം റാങ്ക് നേടിയ സന ഫാത്തിമ എന്നിവരെയും പഞ്ചായത്തിൽ നിന്നും SSLC +2 A+ വിജയികളെയും ഉപഹാരം നൽകി ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ മുഖ്യപ്രഭാഷണം നടത്തി. മോട്ടിവേഷണൽ ട്രെയിനർ ജിതിൻ കലാച്ചിറ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR സോമരാജ്, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ രക്ഷാധികാരി PN സീതി, യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EM അമീൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PN നൌഷാദ്, ജനറൽ സെക്രട്ടറി AM സുബൈർ, ട്രഷറർ KA സിദ്ദിഖ്, മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ TE അലിയാർ, AE ഷാനവാസ്, MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് ആസാദ് സിദ്ദിഖ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KS റിയാസ്, MSF പഞ്ചായത്ത് പ്രസിഡന്റ് അസർ നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. റിലീഫ് സെൽ ജനറൽ കൺവീനർ PS റഷീദ് സ്വാഗതവും ട്രഷറർ ES കൊന്താലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഏത് ചലനവും ആദ്യം ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി. കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടവും വ്യാപാര മേഖലയെ സാരമായി ബാധിക്കും. മഴ ശക്തമാകുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ആളുകൾ എത്താത്തതും വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പെരുമഴ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് വലിയ പ്രതിസന്ധി നേരിടുന്ന വ്യാപാര മേഖലയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കണമെന്നും സണ്ണി പൈമ്പിള്ളി ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് ചലനവും ആദ്യമേ തന്നെ ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണ്. കാർഷിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയാണ്. കാരണം ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ പെരിയ മഴ കാരണം വിദേശ അല്ലെങ്കിൽ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് പോലും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം കൂരിന്മേൽ കുരു പോലെ ജില്ലാ കളക്ടർ ഒരു ചെറിയ മഴ പെയ്താൽ അല്ലെങ്കിൽ നല്ല മഴ പെയ്താലും അപ്പോഴേ പറയും രാത്രികാല ഗതാഗതം നിരോധിച്ചിരിക്കുന്നു, ഹൈറേഞ്ചിലേക്ക് ആളുകൾ വരുന്നത് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന വാർത്ത പുറത്തേക്ക് പോകുന്നത് തന്നെ വ്യാപാര മേഖലയ്ക്ക് ക്ഷീണമാണ്. കാരണം ആര് ടൂറിസ്റ്റുകൾ വരും? ഇവിടെ വലിയ അപകടകരമായ സിറ്റുവേഷനാണ് എന്ന് പറയുമ്പോൾ ആരും വരത്തില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ രാത്രികാലത്ത് അവർക്ക് തിരിച്ചു പോകുന്നതിനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വലിയ ഭാരിച്ച ചെലവ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് വ്യാപാര മേഖലയാണ്. പൊതുവെ വ്യാപാര മേഖല വലിയ മാന്ദ്യത്തിലായിരുന്നു. ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്ന വഴിയോര കച്ചവടവും വാഹനങ്ങളിലുള്ള കച്ചവടവും ഓൺലൈൻ കച്ചവടവും കോർപ്പറേറ്റുകളുടെ കച്ചവടവും കൂടി കഴിഞ്ഞ് സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ മഴക്കെടുതികൾ കൂടി ഉണ്ടായാൽ ഞങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാകും. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജുമായ PS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമയം എന്ന പുതിയ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുട്ടം കോടതി സമുച്ചയത്തിൽ നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജുമായ PS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഒഫൻസ് പോലും ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ അത് എക്സിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. KB ആക്ടിലെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 63 സെക്ഷൻ 63 വളരെ നിർബന്ധമായി പോലീസ് ഓഫീസ് SHO ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഡയറക്ടീവ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഡിസ്പ്യൂട്ടുകളിൽ നിന്നും ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസ്പ്യൂട്ടുകളാണ് വരുന്നതെങ്കിൽ നിർബന്ധമായി SHOമാർ ആ പറയുന്ന രണ്ട് കക്ഷികളോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു രമ്യതയിലെത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തുകയും അത് വേണ്ടുന്ന നടപടികൾ തുടർ നടപടികൾ ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്ന സെക്ഷൻ 63 അതിൻ്റെയും കൂടി മറ്റൊരു
പൂർണ്ണ രൂപമാണ് സമയം എന്ന ഈ സിസ്റ്റം. ചടങ്ങിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സിജി NN വിഷയാവതരണം നടത്തി. തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സനീഷ് SS, തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ യമുനാഭായ് MN എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലിതുള്ളി പെയ്തിറങ്ങിയ കാലവർഷത്തിൽ ഹൈറേഞ്ചിൽ വ്യാപക നാശനഷ്ടം. കട്ടപ്പന, വാഴവര, വണ്ടൻമേട്, പുല്ലുമേട്, കോഴിമല, അയ്യപ്പൻകോവിൽ, ചപ്പാത്ത്, ആനവിലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞും മരമൊടിഞ്ഞും KCB പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. കാലവർഷ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഹൈറേഞ്ചിൽ ആദ്യമായാണ്. കലിതുള്ളി പെയ്തിറങ്ങിയ കാലവർഷത്തിൽ ഹൈറേഞ്ചിൽ വ്യാപക നാശനഷ്ടം. തീരാത്ത ദുരിതങ്ങൾ തീർത്തുകൊണ്ടാണ് തോരാത്ത മഴ മലയോര മേഖലയിൽ പെയ്തിറങ്ങുന്നത്. കട്ടപ്പന, വാഴവര, വണ്ടൻമേട്, പുല്ലുമേട്, കോഴിമല, അയ്യപ്പൻകോവിൽ, ചപ്പാത്ത്, ആനവിലാസം തുടങ്ങിയ സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞും മരമൊടിഞ്ഞും KCB പോസ്റ്റുകൾ തകർന്നു. ജീവിതം ദുരിതപൂർണമാക്കിയ ദിനങ്ങളിലൂടെയാണ് ഹൈറേഞ്ച് ജനത കടന്നുപോകുന്നത്. കട്ടപ്പന, ആനവിലാസം, പുല്ലുമേട്, വണ്ടൻമേട്ടിൽ മരം ഒടിഞ്ഞു വീണ് 2 വൈദ്യുത പോസ്റ്റുകൾ തകർന്നത് ദിവസങ്ങൾ കൊണ്ടാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ KCB ജീവനക്കാർ പണിയെടുക്കുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിൽ മിക്ക മേഖലകളിലും വൈദ്യുതി വന്നും പോയും നിൽക്കുന്ന അവസ്ഥയാണ്. ടെൻഷൻ റോഡിലും ലബക്കട കൽത്തൂട്ടി റോഡിലും വണ്ടൻമേട് AC കണ്ടം റോഡിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുത ലൈനുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് വാളാടി ഡിവിഷനിൽ മരം ഒടിഞ്ഞു വീണ തൊഴിലാളികൾ താമസിക്കുന്ന ലയം പൂർണ്ണമായും തകർന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഹെവൻ വാലിക്ക് സമീപം വലിയ പാറക്കെട്ട് വീടിന് മുകളിലേക്ക് തകർന്നു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഇറങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല. കാറ്റിൽ ചെടികൾ ഒടിഞ്ഞതും മരം ഒടിഞ്ഞു വീണ് വീശിയടിക്കുന്ന കാറ്റിൽ തൊഴിലാളികളെ ഇറക്കി പണിക്കാൻ പറ്റാത്ത കാരണം ഏലം കർഷകരും ദുരിതത്തിലാണ്. കാലവർഷ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഹൈറേഞ്ചിൽ ആദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പട്ടികജാതി ക്ഷേമ സമിതി തൊടുപുഴ ഈസ്റ്റ്, വെസ്റ്റ്, കരിമണ്ണൂർ, മൂലമറ്റം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. PKS തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി TK സുഗു അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പട്ടികജാതി ക്ഷേമ സമിതി തൊടുപുഴ ഈസ്റ്റ്, വെസ്റ്റ്, കരിമണ്ണൂർ, മൂലമറ്റം ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നടപ്പിലാക്കാനുള്ള ശ്രമം എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാനമായ ലക്ഷ്യം 1933 മുതൽ രാജ്യത്തെ ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഇടപെടലിലൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് റിസർവേഷനെതിരായി ബോധപൂർവം ഒരു ട്രെൻഡ് ഉയർന്നു വരുന്നുണ്ട്. എന്താ പറയുക, റിസർവേഷൻ ഉള്ളവർക്ക് എല്ലാം ലഭ്യമാക്കുന്നു എന്ന ബോധപൂർവമായ ഒരു ട്രെൻഡ് ഉയർന്നു വരുന്നുണ്ട്. യാദൃശ്യമായി കേന്ദ്രം ഭരിക്കുന്ന BJP അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്നുണ്ട്. സാമൂഹ്യ റിസർവേഷന് പകരം സാമ്പത്തികമായ റിസർവേഷനിലോട്ട് മാറണം എന്ന ബോധപൂർവമായ തീരുമാനങ്ങൾ BJP ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലുമായി ഉയർന്നു വരുന്നുണ്ട്. അത് ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പ്രക്രിയയാണ്. PKS തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി TK സുഗു അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വിഭാഗത്തിന് നൽകുന്ന സംവരണ ആനുകൂല്യ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇതുമൂലം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വരെ നിഷേധിക്കപ്പെടുന്നു. ജാതി സർട്ടിഫിക്കറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഔദാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ധർണ. PKS തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MG സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ OV ബിജു, KS ശങ്കർ, ഡോക്ടർ KK ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മരിയ സംരംഭക ഗ്രൂപ്പ് ചുരുളി ആൽപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി മരിയ സംരംഭക ഗ്രൂപ്പ് നാടിന് സമർപ്പിച്ചു. വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് വത്സമ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ യൂണിറ്റ് സംരംഭകർക്കുള്ള ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദ്യ പദ്ധതിയാണ് ചുരുളി ആൽപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കർഷകരുടെ ജാതിക്ക, ജാതിപത്രി, ഏലം, ചക്ക, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉണക്കി നൽകുക, കൂടാതെ കുരുമുളക് മെതിച്ചു നൽകുക, കൂവയരച്ചു പൊടിയായി കർഷകർക്ക് നൽകുക, വിഷരഹിത ഡ്രൈ ഫ്രൂട്ടുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നിവയാണ് മരിയ വനിതാ സംരംഭക ഗ്രൂപ്പിന്റെ പ്രവർത്തനം. ചുരുളി ആൽപ്പാറയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലിൻസി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കാൻ ആർക്കും തയ്യാറില്ല. നോക്കുമ്പോൾ ലോൺ എടുക്കാൻ പോകണം, അതിൻ്റെ പേപ്പർ റെഡിയാക്കണം, പിന്നെ ആർക്കെങ്കിലും കുടിശ്ശിക ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് എങ്ങനെയാണെങ്കിലും നമ്മുടെ കീഴിലുള്ള പഞ്ചായത്തിൽ ഒരെണ്ണം വെച്ചെങ്കിലും കൊടുക്കണം. കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി തുടക്കം കുറിച്ചു എന്ന്
നമ്മൾ ജനങ്ങളെ അറിയിക്കണം. അപ്പോൾ നമ്മൾ പല പഞ്ചായത്തിലും ഇങ്ങനെ കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യ യൂണിറ്റാണിത്. അപ്പോൾ ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് നടക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ 75% നമ്മൾ സബ്സിഡി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും ആ സാറുമായിട്ട് സംസാരിച്ചു. സർക്കാരിൻ്റെ ഓർഡർ വല്ലതും മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വന്നിട്ടില്ല. 75% പൈസ ഈ വാങ്ങിയ എത്ര ഒരു 3.5 ലക്ഷം രൂപ അല്ലേ? അതോ 3 ലക്ഷം രൂപ ലോൺ, അതിൻ്റെ 75% ബാങ്കിലേക്ക് കൊടുക്കും. ബാക്കി പൈസ ഇപ്പോൾ 10% ഓൾറെഡി നിങ്ങൾ അടച്ചിട്ടുണ്ട്. ബാക്കി പൈസ നിങ്ങൾ അടച്ചു തീർക്കുക. നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റുകൾ, അതായത് ഇവിടെ വേറെ മാലിന്യങ്ങളൊന്നുമില്ല. വനിതാ സംഘം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സിൽവി ഏലിയാസ് സംസാരിച്ചു. മരിയ വനിതാ സംഘം ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അധ്യാപനം എന്ന മോഹം നെഞ്ചിലേറ്റിയ തോട്ടം മേഖലയിൽ നിന്നുമുള്ള യുവതിക്ക് ലഭിച്ചത് തമിഴ് വിഭാഗം LP സ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയിൽ 2ാം റാങ്ക്. മുൻപ് HSST പരീക്ഷയിൽ 8ാം റാങ്ക് ലഭിച്ച ജോലി ലഭിക്കാതിരുന്ന വണ്ടിപ്പെരിയാർ സ്വദേശിനി ശശികലയ്ക്കാണ് അധ്യാപനം എന്ന തന്റെ സ്വപ്നത്തിലേക്കുള്ള പടിവാതിൽ തുറന്നിരിക്കുന്നത്. KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹവർത്തിത പഠന കേന്ദ്രത്തിലെ പരിശീലനവും ഒപ്പം കുടുംബത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ വീട്ടമ്മയായ യുവതി തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചിറക് വിരിഞ്ഞ സന്തോഷത്തിലാണ്. BBC ന്യൂസിന് വേണ്ടി VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അധ്യാപനം എന്ന മോഹം നെഞ്ചിലേറ്റിയ തോട്ടം മേഖലയിൽ നിന്നുമുള്ള യുവതിക്ക് ലഭിച്ചത് തമിഴ് വിഭാഗം LP സ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയിൽ 2ാം റാങ്ക്. മുൻപ് HSST പരീക്ഷയിൽ 8ാം റാങ്ക് ലഭിച്ച് ജോലി ലഭിക്കാതിരുന്ന വണ്ടിപ്പെരിയാർ സ്വദേശിനി ശശികലയ്ക്കാണ് അധ്യാപനം എന്ന തന്റെ സ്വപ്നത്തിലേക്കുള്ള പടിവാതിൽ തുറന്നിരിക്കുന്നത്. തോട്ടം തൊഴിലാളിയായ അമ്മയുടെയും ഡ്രൈവറായിരുന്ന അച്ഛന്റെയും കഠിനാധ്വാനത്തിലൂടെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ വണ്ടിപ്പെരിയാറിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചു വളർന്ന ശശികലയുടെ ചിരകാല സ്വപ്നമായിരുന്നു അധ്യാപന വൃത്തി എന്നത്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ശശികല ഇപ്പോൾ. MSc B.Ed പൂർത്തിയാക്കിയ ഹൈസ്കൂൾ തമിഴ് വിഭാഗം ടീച്ചേഴ്സ് പരീക്ഷ എഴുതിയപ്പോൾ 8ാം റാങ്ക് മാത്രം ലഭിച്ച ശശികല നിരാശയാവുകയായിരുന്നു. പിന്നീട് ടെസ്റ്റുകൾ എഴുതി ബീറ്റ് ഫോറസ്റ്റർ ജോലിക്ക് ലിസ്റ്റിൽ വന്നുവെങ്കിലും അധ്യാപനമെന്ന സ്വപ്നം കാരണം പോയിരുന്നില്ല. വണ്ടിപ്പെരിയാറിലെ ഉപാസി എസ്റ്റേറ്റ് റിസർച്ച് സെന്ററിൽ അസിസ്റ്റന്റ് അഡ്വൈസറി ഓഫീസറായ ഭർത്താവ് നേസണിന്റെ സ്വപ്നവും അധ്യാപനം എന്നതായിരുന്നു. എഴുതിയ പരീക്ഷയിൽ 3ാം റാങ്ക് ലഭിച്ചിട്ടും ഇദ്ദേഹത്തിനും ജോലി ലഭിച്ചിരുന്നില്ല. പിന്നീട് ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന KMG സഹവർത്തിത പഠന കേന്ദ്രത്തിലെ പരിശീലനമാണ് തനിക്ക് 2ാം റാങ്ക് ലഭിക്കുവാൻ കാരണമെന്ന് ശശികല പറയുന്നു. என் பேர் சசிகலா. நான் நெல்லிமலை எஸ்டேட்டில் வேலை பார்த்துட்டு இருந்தேன். செல்வம் குமாரி இவங்களோட பொண்ணு. எங்கள் அப்பா அம்மா 2 பேருமே எஸ்டேட்டில் தான் வேலை பார்த்தாங்க. நான் வந்து MSc B.Ed முடிச்சிருக்கேன். இப்போ வந்து நான் தமிழ் LPST தமிழ் ரேங்க் லிஸ்ட்டில் 2வது ரேங்கில் இருக்கேன். பின்ன எனக்கு எப்படியாவது அந்த டீச்சிங் ஃபீல்டை எத்தி பிடிக்கணும் அப்படின்னு சொல்லிட்டு பயங்கர ஒரு ஆசை. 10 வருஷம் கேப் ஆயிடுச்சு. எப்படி போய் சின்ன பிள்ளைங்க கூட போய் படிக்கிறது அப்படிங்கிறது ஒரு ரொம்ப சங்கடமாகவே இருந்துச்சு. பின்ன என் ஹஸ்பண்ட் வந்து நல்லா மோட்டிவேட் பண்ணாங்க என்ன, நீ போ சும்மாவது ஒன்று காலேஜுக்கு நீ ஒன்று ரெஃப்ரெஷ் ஆகிறதுக்காக போயிட்டு வா அப்படின்னு சொல்லி. பின்ன நான் போய் சாரோடையும் மோட்டிவேஷனால் போய் 2 வருஷம் கோர்ஸும் கம்ப்ளீட் பண்ணி முடியும் போது எனக்கு இந்த நோட்டிஃபிகேஷன் வந்துச்சு. போயிட்டு எங்களோட சாரோட KMG கொலாபரேட்டிவ் லேர்னிங் சென்டரில் போய் இதில் கிளாஸ்லேயும் பங்கெடுத்துக்கிட்டு படிச்சுட்டு இருந்தேன். அப்படி நான் படித்து இப்போ எனக்கு LPSTயில் 2வது റാങ്ക് കിടച്ചിருக்கு. പഠനത്തിനിടയിൽ സംഭവിച്ച ഒരു അപകടത്തിൽ കിടപ്പിലായിരുന്ന ശശികല ഇതിലും തളരാതെ പഠിച്ചാണ് 2ാം റാങ്ക് എന്ന സ്വപ്നത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമയം 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ നദാനിയാണ് ശശികലയ്ക്ക് മോട്ടിവേറ്ററായിരുന്നത്. തന്റെ ആഗ്രഹം ഭാര്യയിലൂടെ സഫലമാവുമെന്ന പ്രതീക്ഷയിലും റാങ്ക് വിജയത്തിന്റെ സന്തോഷത്തിലുമാണ് ഈ കുടുംബം. ஒய்ஃப் இப்போ ரேங்க் வாங்கினதில், 2nd ரேங்க் வாங்கினதில் எங்களுக்கும் இல்லை, எங்கள் குடும்பத்தில் உள்ள எல்லாருக்குமே ரொம்ப சந்தோஷமாக இருக்குது. ஸோ இது இவளோட ட்ரீமு. அந்த ட்ரீமை அச்சீவ் பண்ணதில் நாங்களும் ஒரு சின்ன பார்ட் வச்சுருக்கோம் அப்படிங்கிறத எங்களுக்கும் ரொம்ப சந்தோஷம். അവളോட ഡ്രീം അച്ചീവ് பண்ணதில் അവളും ரொம்ப ഹാപ്പി, நாங்களும் ரொம்ப ഹാപ്പിயாக இருக்கோம். തന്റെ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് വിജയം നേടിയ ശശികലയ്ക്ക് ഇനിയും മുൻപോട്ടുള്ള വഴികൾ വിജയത്തിൻ്റെതാവട്ടെ എന്ന് KMG സഹവർത്തിത പഠന കേന്ദ്രം ഡയറക്ടർ M. ഗണേശൻ ആശംസിച്ചു. നമ്മുടെ
തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലാളിയുടെ മക്കളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ KMG ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ തമിഴ് മീഡിയം LP സ്കൂൾ അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആദ്യത്തെ 10 റാങ്കിൽ 9 പേരും തോട്ടം മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ 1ാം റാങ്ക് ലക്ഷ്യമാക്കി പഠിച്ച ശശികല മാർക്ക് ബേസിൽ നോക്കുമ്പോൾ 1ാം സ്ഥാനം തന്നെ നേടി. ഇൻ്റർവ്യൂവിൽ 1 മാർക്കിൻ്റെ കുറവ് മൂലമാണ് അവർ 2nd റാങ്കിലേക്ക് എത്തിയത്. വളരെ സന്തോഷമുണ്ട് ശശികലയുടെ വിജയത്തെ ഓർത്ത്. ഈ വിജയത്തിന് തന്നെ ചേർത്ത് പിടിക്കുവാൻ മരണപ്പെട്ട തന്റെ പിതാവില്ല എന്ന ദുഃഖവും ശശികലയുടെ മുഖത്ത് നിഴലിക്കുന്നു. തോട്ടം മേഖലയിലെ പരാധീനതകൾക്ക് നടുവിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് തന്റെ വിജയം ഒരു പ്രചോദനം ആവട്ടെ എന്നും ശശികല പറയുന്നു. நான் ஒரு எஸ்டேட்லேருந்து வளர்ந்து என்னால் ஒரு 2nd ரேங்கு இப்படி ஒரு LPST கேரளா PSC நடத்தின ஒரு LPST எக்ஸாமில் வாங்க முடியும் அப்படின்னா நீங்கள்லாம் ட்ரை பண்ணால் உங்களால் கண்டிப்பாக முடியும். நீங்கள் அது சின்ன வயசுலேருந்தே கரெக்டாக படித்து ஒரு KMG மாதிரி உள்ள ஒரு இன்ஸ்டியூட்டில் நீங்கள் ஜாயின் பண்ணி PSCனா என்னன்னு தெரிஞ்சு அதை நீங்கள் படித்து வந்தீங்க அப்படின்னாலே உங்களால் நல்ல சக்ஸஸ் ஆக முடியும் அப்படிங்கிறது தான் என்னோட அபிப்பிராயம். വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വിവിധ സ്കൂളുകളിൽ താത്കാലിക അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച ശശികലയുടെ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക ആവണമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. VR വിജയൻ, BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിനെ മികവിന്റെ കേന്ദ്രമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്പോർട്സ് ആയുർവേദ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൈഡി തൊടുപുഴ, സ്റ്റിച്ചിംഗ് ഡ്രീംസ് എന്നീ പേരുകളിൽ തൊടുപുഴ YWCA ആരംഭിച്ച പ്രോജക്ടുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ലോക ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോപ്പതിക് മെഡിക്കൽ ക്യാമ്പും എക്സിബിഷനും നടന്നു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC കുമളി മാനന്തവാടി ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചു. പീരിമേഡ് MLA വാഴൂർ സോമൻ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയിൽ നാശനഷ്ടം സംഭവിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.